യോന. അമിതായി അപ്പനുള്ള ആളാണ്. പിന്നെ അയാൾ ജീവിച്ചിരുന്നത് സമയം ഏതാണെന്ന് നമുക്കറിയാമോ? ഏത് കാലത്തിലാണെന്നറിയാമോ? ഒരു രാജാവിന്റെ കാലത്താണ് ജീവിച്ചിരുന്നതെന്ന് വചനം പറയുന്നു. 2 രാജാക്കന്മാർ 14:25. ഈ ഭാഗത്തും യോനയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ യോന ഒരു പ്രവാചകനാണ്. നിനവയ്ക്ക് മാത്രമുള്ള പ്രവാചകനല്ല, അവൻ ഇസ്രയേലിനുമുള്ള ഒരു പ്രവാചകൻ തന്നെയായിരുന്നു. ഇസ്രയേലിലെ രാജാവായ യൊരോബെയാമിനോട് യോവാശിന്റെ മകൻ യൊരോബെയാമിനോട് ഒരു പ്രവചനം പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. 2 രാജാക്കന്മാർ 14:25 വായിക്കാം. രാജാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഏലത്ത് പണിതതും അതിനെ യഹൂദയ്ക്ക് വീണ്ടുകൊണ്ടതും അവൻ തന്നെ. യഹൂദ രാജാവായ യോവാശിൻ്റെ മകൻ അമാസാവിൻ്റെ 15-ാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ യോവാശിൻ്റെ മകൻ യൊരോബെയാം രാജാവായി ശമര്യയിൽ 41 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായതുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ പാപങ്ങളൊന്നും വിട്ടുമാറിയില്ല. ഗത്ത് ഹേവർക്കാരനായ അമീഥയുടെ മകനായ യോന പ്രവാചകൻ എന്ന തൻ്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്ത വചനപ്രകാരം അവൻ ഹമാത്തിൻ്റെ അതിർ മുതൽ അരാബയിലെ കടൽ വരെ ഇസ്രായേലിൻ്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി. ഹമാത്ത് മുതൽ കടൽ വരെയുള്ള സ്ഥലം ബെൻഹദദ് പിടിച്ചോണ്ട് പോയായിരുന്നു. അത് ഇപ്പോൾ തിരിച്ചു പിടിച്ചത് യോനയുടെ പ്രവചന പ്രകാരം യൊരോബെയാം പ്രവർത്തിച്ചത് കൊണ്ടാണ്. അപ്പൊ അതാണ് യൊരോബെയാം എന്നോട് യോന പറഞ്ഞതായിട്ടുള്ള വേറൊരു പ്രവചനം. അത് നീ പോയാൽ അത് നിനക്ക് കൈവശമാക്കാം എന്നുള്ള കാര്യം അവിടെ പറഞ്ഞു. അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ കാണുന്നുണ്ട് യോനയുടെ ഈ ഭാഗത്ത് നിന്ന്. എന്താണ് അത് കണ്ടത്? പ്രവാചകനായിരുന്നു എന്ന് കണ്ടു. പിന്നെ സ്ഥലം അല്ലെ, ഏത് സ്ഥലക്കാരനാണെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. ഏതാ സ്ഥലം? ഗത്ഹേഫർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. ഈ ഗത്ഹേഫർ എന്ന് പറയുന്നത് നമ്മൾ വേറെ ഒരു സ്ഥലത്ത് അതിനെ കുറിച്ച് കാണുന്നത് യോശുവയുടെ പുസ്തകം 19:13 അവിടെ പറയുന്നത് ഇസ്രയേലിന്റെ ഈസ്റ്റേൺ അതിർത്തിയാണ് ഈ സ്ഥലം. അപ്പൊ ഈസ്റ്റേൺ അതിർത്തിയിലുള്ള ഒരു സ്ഥലം, കർത്താവ് പറഞ്ഞ ഇന്ന സ്ഥലം അതിർത്തി ആയിരിക്കും എന്ന് പറഞ്ഞ കൂട്ടത്തില് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഈസ്റ്റേൺ പാർട്ടിലുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ താമസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇതൊക്കെ പോരെ ഒരു ഹിസ്റ്റോറിക്കൽ ആളാണെന്ന് അറിയാനായിട്ട് അല്ലേ? അതെ. അപ്പൊ ഈ യൊരോബെയാമിന്റെ കാലം എന്ന് പറയുന്നത് യൂദയില് അഹസ്യാവാണ് വാഴുന്നത്. യോവാശിന്റെ മകൻ അഹസ്യാവാണ് ആ സമയത്ത് വാഴുകൊണ്ടിരിക്കുന്നത്. ഈ നിനവെ പട്ടണത്തിനോട് ഉള്ള പ്രവചനമാണ് യോനയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഇതുപോലെ വേറെ ഒരു പുസ്തകം നിനവേക്കാർക്ക് വേണ്ടി മാത്രമുണ്ട്. അത് ഏതാണെന്നൊന്ന് പറയാമോ? യോനയുടെ പുസ്തകം നിനവേക്കാർക്ക് വേണ്ടി മാത്രമുള്ള അവിടുത്തെ കാര്യം മാത്രം എഴുതിയേക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു പുസ്തകമുണ്ട്, നഹൂമിന്റെ പുസ്തകം. ഇത് രണ്ടും നിനവേക്കാരോടുള്ള ദൈവത്തിന്റെ ദൂതും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ്. എന്നാൽ സെഫന്യാവിലും നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് ഒരു പരാമർശം കാണുന്നുണ്ട്. 2:13 അതും ഒരു വാർണിംഗ് ആയിട്ട് കൊടുക്കുന്നതാണ്. വായിക്കണമെന്നില്ല, വാർണിംഗ് ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇവരൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെ ആയിരുന്നു എന്ന്. എന്നാൽ ഇതൊന്നും പോരാഞ്ഞിട്ട് കർഷാവും യോനയെ കുറിച്ച് പരാമർശിച്ചു. എപ്പോഴാ പറയുന്നത്? ആളുകളെല്ലാം വന്നിട്ട് ചോദിക്കാണ്, നീ ദൈവത്തിൽ നിന്നുള്ളതിനൊന്നുള്ളതിന് ഒരു അടയാളം കാണിച്ച എന്ന് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, യോനയുടെ അടയാളം അല്ലാതെ എനിക്ക് വേറൊരു അടയാളം കാണിച്ചു. അപ്പൊ യോന ഒരു അടയാളമായിരുന്നു. എന്താണ് യോന അടയാളമായത്? എങ്ങനെയാണ്? 3 ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ ഇരുന്നിട്ട് വീണ്ടും തിരികെ വന്ന ഒരു വ്യക്തിയാണ് യോന. 3 രാവും 3 പകലും എന്ന് തന്നെ കർത്താവ് പറയുന്നുണ്ട്. അതിനെ കുറിച്ച് നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞു. 3 രാവും 3 പകലും തന്നെയാണ് ഉണ്ടായിരുന്നെന്നുള്ളതിന്റെ തെളിവായിട്ട്. അതുകൊണ്ട് 3 രാവും 3 പകലും യോനയുടെ വയറ്റിൽ മത്സ്യത്തിന്റെ വയറ്റിൽ യോന ആയിരുന്നത് പോലെ മനുഷ്യപുത്രനും
ഭൂമിയുടെ ഉള്ളിൽ ആയിരിക്കും എന്നതാണ്. അതതുപോലെ തന്നെ നടക്കുക. അതാണ് സൈൻ. അപ്പൊ കർത്താവിന്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് ഒരു പിക്ചറായിട്ട് കാണിക്കുവാൻ കർത്താവിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയത് യോനയാണ്. എന്നാൽ ഇവൻ ഈ മത്സ്യത്തിന്റെ വയറ്റിൽ പോയ വിധം അത്ര നല്ലതല്ലായിരുന്നു അല്ലേ? കാരണം അല്ലേ, അതത്ര നല്ലൊരു കാര്യമായിട്ട് നമുക്ക് ഒരു പ്രവാചകൻ എന്നുള്ള നിലയിൽ നമ്മൾ നല്ലതായിട്ട് കാണുന്നില്ല. പക്ഷെ യോനയുടെ അന്നത്തെ ആ സ്ഥിതിയിൽ തന്നെ ആണ് ഇന്ന് നമ്മൾ പലരും. അന്ന് യോനയ്ക്കുണ്ടായിരുന്ന മനസ്ഥിതിയാണ് ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ പല ജീവിതങ്ങളിലും നമ്മൾ കാണുന്നത്. നമുക്കൊക്കെയും നമ്മുടെ ഏതെങ്കിലും ഒരു സമയത്തേക്ക് തിരിഞ്ഞു നോക്കിയാലും നമുക്കറിയാൻ പറ്റും നമ്മളും ഇതുപോലെ തന്നെയാണ് ചിന്തിച്ചത്. ഭാഗ്യത്തിന് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ഉണ്ടായില്ല എന്ന് മാത്രം അല്ലേ. പിന്നെ അത് മാത്രമല്ല, കർത്താവ് യോനയെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ അറിയണമെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് യോനയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. നിനവേക്കാരും ഒരു സൈനാണ്. നിനവേക്കാർ എന്തിന്റെ സൈനാണ്? മാനസാന്തരപ്പെട്ട ഒരു ജാതിയാണ് നിനവേക്കാർ. അതുകൊണ്ട് അവരും നിങ്ങളെ ജഡ്ജ് ചെയ്യാനായിട്ട് അവസാന ദിവസത്തിൽ അവർ എഴുന്നേറ്റ് വരും. കാരണം യോനയിലും വലിയവനാണ് ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ. പക്ഷെ നിങ്ങൾ എന്റെ ശബ്ദം കേട്ട് നിങ്ങൾ അനുസരിക്കുന്നില്ല. എന്നാൽ നിനവേക്കാരോട് യോന പറഞ്ഞ എല്ലാ വാക്കുകളും അവരതുപോലെ തന്നെ കൈക്കൊണ്ട് അവരെ അപ്പൊ തന്നെ റിപ്പന്റ് ചെയ്തു. അവർ മാനസാന്തരപ്പെട്ടു. അവർ തങ്ങളുടെ വഴികളെ നന്നാക്കി. അതുകൊണ്ട് ദൈവം അവർക്ക് വിധിച്ചിരുന്ന, നിർണയിച്ചു വെച്ചിരുന്ന ഒരു ജഡ്ജ്മെന്റും ഇപ്പൊ നടക്കുന്നില്ല എന്ന് നമുക്ക് കാണാം. നമുക്ക് നോക്കാം. ഒന്നാമത്തെ വാക്യം, 1-ാം അധ്യായം നമുക്ക് നോക്കാം. 1-ന്റെ 2-ാം വാക്യം. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാം. നിനവയിലേക്ക് പുറപ്പെട്ട് അതിന് വിരോധമായിട്ട് സംസാരിക്കാം. നേരത്തെ രബേനോട് പറഞ്ഞ പ്രവചനം എങ്ങനെയുള്ള വചനമായിരുന്നു? നല്ല കാര്യം അല്ലേ? എത്ര നല്ലത്. പോയി യുദ്ധം ചെയ്തോ, അതൊക്കെ നിനക്ക് തിരിച്ചു കിട്ടും. ഇസ്രായേലിലേക്ക് അത് വന്ന് ചേരും എന്നുള്ളത്. അത് കേൾക്കുന്ന വ്യക്തിക്കൊരു സന്തോഷമുള്ള. ഇതോ വിരോധമായിട്ടുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. ഇനി അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ എത്തുന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് വചനം പറയുന്നുണ്ട്. ഒന്ന് ഇതാണ്, ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. വെളിപാട് 18:5 വേറൊരു കാര്യം കർത്താവിന്റെ സന്നിധിയിൽ എത്തുന്നതായിട്ട് കാണുന്നു. 18:5 വെളിപാട് 18:5 അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. ആകാശത്തോളം അത് എത്തിയിരിക്കുന്നു. എന്ത്? അവരുടെ പാപങ്ങൾ. അപ്പൊ പാപം ദൈവത്തിന്റെ സന്നിധി വരെ എത്തുകയാണ്. ഇനി ഉൽപ്പത്തി 18:21 18:21 ഞാൻ ചെന്ന് എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയുമെന്ന് അരുളി ചെയ്തു. സോദോം ഗൊമോറയിലെ ജനങ്ങളുടെ നിലവിളിയും കർത്താവിന്റെ അടുക്കല് എത്തിയിട്ടുണ്ട്. വേറെയും പുതിയ നിയമത്തിൽ ഒരാളുടെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. അതേതാന്ന് പറയാമോ? എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൊർന്നല്യോസിന്റെ പ്രവർത്തികൾ, നല്ല പ്രവർത്തികളല്ല എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. നീ എന്റെ മുമ്പിൽ കഴിച്ച പ്രാർത്ഥന എന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. അപ്പൊ കൊർന്നല്യോസിന്റെ നല്ല പ്രവൃത്തികളും കർത്താവിന്റെ സന്നിധിയിൽ എത്തുന്നുണ്ട്. അവൻ ദൈവത്തെ വേണ്ടതുപോലെ അറിഞ്ഞിട്ടല്ലായിരുന്നു അന്ന് ചെയ്തിരുന്നതെങ്കിലും അവന്റെ ഉദ്ദേശം
ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യമായിരുന്നത് കൊണ്ട് ദൈവം അവന് ഒരു കൃപ കാണിക്കുകയാണ്. എന്താ കൃപ? സത്യവചനം അവന്റെ അടുക്കൽ എത്തുന്നതിനുള്ള മാർഗം തുറന്നു വെച്ചിരിക്കും. പത്രോസിനെ യോപ്പയിൽ നിന്ന് ആളയച്ച് വരുത്താനുള്ള ദൂത് കൊടുക്കുന്നു കർത്താവ്. എന്നാൽ ദൂത് കൊടുക്കുന്നില്ല, ഈ ദൂത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. സുവിശേഷം അവന് കൊടുക്കുന്നില്ല. സുവിശേഷം നമ്മുടെ കയ്യിൽ പരമേൽപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മളാണ് പറയുന്നത്. സത്വവാസ്തവമായി പ്രസംഗിക്കുന്നുള്ളത് മനുഷ്യരാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ദൗത്യമാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു ദൗത്യമാണ്. 3-ാം വാക്യം. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീസിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു. തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീസിലേക്ക് പൊക്കളവാൻ അതിൽ കയറി. യോപ്പയിലേക്കാണ് അവൻ പോയത്. ഈ യോപ്പ എന്ന് പറയുന്നത് യോപ്പയാണ് ഇന്നത്തെ ടെൽ-അവീവ്. അതിലേക്കാണ് ഇവൻ ഓടിപ്പോയത്. എന്തിനാ? അപ്പൊ നമുക്ക് മനസ്സിലായി ഇതൊരു കടൽ തീരമാണ് യോപ്പ എന്ന് പറയുന്നത്. അവിടുന്ന് അവൻ തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു. ഈ തർശീസിലേക്കുള്ള കപ്പലുകള് ധാരാളം ഇസ്രായേലിൽ നിന്ന് എപ്പോഴും പോയിക്കൊണ്ടിരുന്നു എന്ന് പഴയ നിയമത്തിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ വേറെ കണ്ടതെന്ന് അറിയാമോ? അല്ല, പൗലോസ് അല്ല, പഴയ നിയമത്തിൽ ശലോമോൻ തർശീസിലെ കപ്പലുകള് അയച്ചിട്ട് അത് കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. വേറെ ഒരാൾ ഇതുപോലെ ചെയ്തു. അതാരാന്ന് പറയാമോ? 1 രാജാക്കന്മാർ 10:20. കുറച്ചാൾ മുമ്പ് ഞാൻ പറഞ്ഞാണ്. യഹോശാഫാത്തിനെ കുറിച്ച് എടുത്തപ്പോ അല്ലേ? യഹോശാഫാത്ത് എന്ത് ചെയ്തു? ആഹാബുമായിട്ടൊരു സഖ്യതയൊക്കെ ചെയ്തു. എന്നിട്ട് ആഹാബിന്റെ മകൻ അഹസ്യാവിന്റെ കൂടെ എന്ത് ചെയ്തു? തർശീശ് കപ്പലുകളൊക്കെ ഉണ്ടാക്കി. അതെല്ലാം പക്ഷേ ഉടഞ്ഞുപോയി, എല്ലാം ഉടഞ്ഞുപോയി. ദൈവം പറയാത്ത ബിസിനസ് പാർട്ട്നേഴ്സ് ഒന്നും നമുക്ക് സാധ്യമല്ല. ദൈവം പറയുന്നവരുമായിട്ടാണ് നമ്മൾ ചേരേണ്ടത്. ഇനി 4-ാം വാക്യം. ഇതിന് 3-ാം വാക്യത്തിൽ ഒരു കാര്യം കൂടെ. ഒരു കപ്പൽ കണ്ടു കൂലി കൊടുത്ത യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീശിലേക്ക് പോയി കളവാൻ അതിൽ കയറി. ഇവിടെ ഇവൻ തർശീശിലേക്ക് പോയി കളയാനുള്ള ടിക്കറ്റ് അവന് കിട്ടി. അത് എനിക്ക് എപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്ന കേൾക്കാറുണ്ട്. നമ്മളൊക്കെ ഓർക്കും, നമ്മൾ സാധാരണ ദൈവത്തിന്റെ ആലോചന ഏതാന്ന് അറിയാൻ വേണ്ടി ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഇത് ദൈവം ഇതാന്ന് വെക്കും. ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അത് ദൈവം ഇതല്ലാന്ന് വെക്കും. പക്ഷെ ഇവിടെ തർശീശിലേക്ക് പോകാനുള്ളത് അവൻ ദൈവത്തിന്റെ ആലോചനയല്ലായിരുന്നു, ദൈവത്തിന്റെ ഹിതമല്ലായിരുന്നു. എന്നിട്ടും അവന് ടിക്കറ്റ് കിട്ടി. അപ്പൊ അങ്ങനെയല്ല നമ്മൾ ദൈവത്തിന്റെ ആലോചന അറിയാനുള്ളത്. നമ്മുടെ ആത്മാവിൽ കൂടെയാണ് ദൈവശബ്ദം നമ്മൾ കേൾക്കേണ്ടത്. സാഹചര്യങ്ങൾ എല്ലാം ശരിയായിട്ട് വരുന്നു എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണെന്ന് വിചാരിച്ച് അങ്ങനെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മള് ദൈവഹിതം അറിയേണ്ടത് ആത്മാവിൽ കൂടെയാണ്, സാഹചര്യങ്ങൾ നോക്കിയിട്ടല്ല. ചിലരിങ്ങനെ പ്രാർത്ഥിക്കുന്നു, മഴ പെയ്താൽ ഞാൻ പോകുന്നില്ല, മഴ പെയ്തില്ലെങ്കിൽ പോകണമെന്നാണ് ദൈവഹിതമെന്ന് ഞാനങ്ങ് എടുക്കും. ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയാനുണ്ട്. അത് അബദ്ധമാണ്. ദൈവത്തിൽ നിന്ന് നേരിട്ട് കേൾക്കാനായിട്ടുള്ള വകുപ്പുകൾ കർത്താവ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എൻ്റെ ആളുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. 4-ാം വാക്യം. യഹോവ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി. വലിയൊരു കോള് വന്നു. ആരാ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ദൈവം തന്നെയാണ് അനുവദിച്ചത് അല്ലേ? കാരണം ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഈ പ്രവാചകൻ നിനവിൽ ചെന്ന് അവരോട് ദൈവവചനം സംസാരിക്കണമെന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. ഇവനിപ്പോ തെറ്റിപ്പോയത് കൊണ്ട് അവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള മാർഗമാണ് അവൻ നോക്കിയത്. ഇനി 5-ാം. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താന്താന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. ഇവിടെയും യോന എന്താ ഓർത്തെന്ന് അറിയത്തില്ല. കാരണം ഏറ്റവും അടിയിൽ പോയി കിടന്നങ്ങ് ഉറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചവൻ അറിയില്ല. ഏതായാലും ബാക്കിയുള്ള
ഇവിടെയുള്ള എല്ലാവരും അവരവരുടെ ദൈവത്തിന്റെ അടുക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ കുറെ ജാതിക്കാർ ഇതിന്റെ അകത്ത്, പല പല ജാതിക്കാർ ഇതിന്റെ അകത്തുണ്ടായിരുന്നു. അപ്പൊ കപ്പൽ പ്രമാണി വന്നിട്ട് ഇവനെയും എഴുന്നേൽപ്പിക്കുകയാണ്, നീ നിന്റെ ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നമ്മളും പലപ്പോഴും നമ്മൾ ഇപ്പോഴല്ലായിരിക്കാം, പക്ഷെ മുമ്പൊക്കെ എങ്ങനെയാ ചെയ്തിരുന്നത്? ഒന്ന് പറ്റിയില്ലെങ്കിൽ വേറൊന്ന്, അല്ലെ? അത് പറ്റിയില്ലെങ്കിൽ വേറൊന്ന്, അത് പറ്റിയില്ലെങ്കിൽ വേറൊന്ന്. ആരുടെയാണ് ഫലിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ടങ്ങ് ഒന്നെങ്കിലും പ്രവർത്തിച്ചാൽ ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്കങ്ങ് കരകയറാം എന്നുള്ളതാണ് ഇവിടെ ആ കപ്പൽ പ്രമാണി പറയുന്നതിന്റെ അന്തരം. ഇനി 7-ാം വാക്യം. അനന്തരം അവർ, വരുവീൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട യോനയ്ക്ക് വേണം. നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു. ഇന്നാണെങ്കിൽ ഒരു സ്റ്റോം ഉണ്ടായാൽ ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കും, ഇത് ഈ കപ്പലിലെ ആരോ ആണ് ഇതിന്റെ പ്രശ്നം എന്ന് ഇന്ന് ആരെങ്കിലും ചിന്തിക്കും? അന്ന് സ്പിരിറ്റ് വേൾഡ് അവർക്ക് കുറെ കൂടെ ഓപ്പൺ ആയിരുന്നുകൊണ്ട് അവർക്കറിയാം ഒരു കാരണമില്ലാതെ അവർ ഈ അബദ്ധത്തിൽ, ഈ പ്രശ്നത്തിൽ പെടേണ്ടതല്ല എന്നവർക്കറിയാം. അപ്പൊ ഇതിന്റെ അകത്ത് ആരോ ആണ് ഇതിന്റെ പ്രശ്നക്കാരെന്ന് അവര് മനസ്സിലാക്കി ചീട്ടിട്ടു. യോനയ്ക്ക് തന്നെ വീണില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതൊന്നും വാട്ട് ഡു വി ഇൻഫോം? ഈ ഭൂമിയിൽ, ഈ പ്രകൃതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ somebody is at fault. മനുഷ്യൻ, നിങ്ങളല്ല, മനുഷ്യൻ എന്തോ ചെയ്തിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് അവർക്ക് അത് പിൻ പോയിന്റ് ചെയ്യാനായിട്ട് അവർക്ക് അവർക്കറിയാം ഇത് ആരെങ്കിലും ഒന്ന് ഒരു പരിപാടി ഒപ്പിച്ചിട്ടാണ് ഈ ഇങ്ങനെ ഒരു പ്രശ്നം വന്നതെന്ന് അവർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് അവര് ചീട്ടിടുന്നു. ചീട്ട് ആർക്കെങ്കിലും വീഴുമല്ലോ, യോനയ്ക്ക് വീണു അല്ലെ? ചീട്ടിട്ട് ആർക്കെങ്കിലും വീഴും. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ദൈവം ഇടയാക്കി യോനയ്ക്ക് തന്നെ അത് വീണു എന്ന് നമ്മൾ കാണുന്നു. അതിന് അവൻ അവരോട്, ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിന്റെ തൊഴിലെന്താ? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏതാ? നീ ഏത് ജാതിക്കാരന്? ഇങ്ങനെ കുറെ ചോദ്യങ്ങളാണ് അവര് ചോദിക്കുന്നത്. അതിനവൻ അവരോട്, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ഇത് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ എന്തിനിങ്ങനെ ഓടി അല്ലേ? കടലും കരയും ഉണ്ടാക്കിയ ദൈവത്തെ ഭജിക്കുന്ന ഒരുവനാണ് എബ്രായനാണ്. ഇത്രയും പറഞ്ഞപ്പോ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ നിലവയ്ക്ക് പോകാനായിട്ട് പറഞ്ഞ ഞാൻ താർശീശിലേക്കുള്ള കപ്പലിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ ഇവൻ പറയാണ് കടലും കരയും ഉണ്ടാക്കിയ ദൈവത്തിന്റെ ദാസനാണ്. ഇപ്പോഴെങ്കിലും ആ ബോധം ഉണ്ടാക്കി. കടലിലും കർത്താവ് ഉണ്ട്. കടലിനെയും കരയും ഉണ്ടാക്കിയ ദൈവം തന്നെയാണ് എന്നെ ഇപ്പൊ പിടിച്ചേക്കുന്നത് എന്ന് ഇവന് മനസ്സിലായി. നേരത്തെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം വായിക്കുന്നുണ്ട് അല്ലെ? പക്ഷെ ഏത് രാജാവിന്റെ ഇതിലാന്ന് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. പക്ഷെ അതിനകത്ത് പറയുന്നുണ്ട് ഒരു യുദ്ധത്തിന് പക്ഷെ അതല്ലേ അവര് മലയിൽ നിന്ന് യുദ്ധം ചെയ്യാൻ അവർക്കറിയാം. പക്ഷെ താഴ്വരയിൽ അവർക്ക് അല്ല, അത് താഴ്വരയില തിരിച്ചാണോ? തിരിച്ചങ്ങോട്ട് അവരോട് പറയുന്നല്ലേ ഈ ഇതിൽ എബ്രായ തന്നെ പറയുമ്പം അവർ തിരിച്ചു പറയുന്നല്ലേ? അരാമിക്ക് പറഞ്ഞു എബ്രായ ഭാഷ താഴ്വര വെച്ച് ഇവർക്ക് യുദ്ധം ചെയ്യാൻ അറിയില്ല. താഴ്വര ദേവൻ, അവരുടെ ദൈവം താഴ്വര ദേവന മലയില പറ്റില്ല എന്നോ അതോ തിരിച്ചോ ആണ്, ഏതോ ഒന്നാണ്, എനിക്കത് കൃത്യം പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെ പറയുന്നത്. അപ്പൊ ഈ സാധാരണ ദേവന്മാർക്കൊക്കെ കണ്ടോ, താഴ്വരയിൽ ഒരു ദേവൻ, മലയിൽ വേറൊരു ദേവൻ, അങ്ങനൊന്നും അല്ല ഇത് അല്ലെ? കടലും കരയും ഉണ്ടാക്കിയ ദൈവത്തെ ഭജിക്കുന്നവനാണ് ഞാൻ. ഇതാണ് അവൻ പറഞ്ഞത്. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട അവനോട്, നീ എന്തിനങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അവൻ അവരോട് അറിയിച്ചിരുന്നത് കൊണ്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നുവെന്ന് അവർ അറിഞ്ഞു. യഹോവയുടെ
ഇത് എന്തിനാ നീ ഇങ്ങനെ ചെയ്ത്? അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത്രയൊക്കെ ദൈവശബ്ദം കേൾക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ് എന്നാണ് അവരെ ചോദിക്കുന്നത്. 11-ാം വാക്യം. എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചതുകൊണ്ട് അവർ അവനോട്, സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അപ്പൊ ഇത് കോപം കൂടി കൂടി വരിക. അപ്പൊ പിന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. നിന്നോട് ഇനി എന്ത് ചെയ്താലാണ് ഇത് അടങ്ങേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പ്രവാചകൻ തന്നെ കുറിച്ച് തന്നെ പ്രവചിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അല്ലേ? അയാള് അപ്പൊ യോന പറയുന്നത് എന്താണ്? എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകൊള്ളുവീൻ, ഇട്ട് കളവീൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവമക്കളാന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അത് നമ്മളെ മാത്രമല്ല എഫക്ട് ചെയ്യുന്നത്, നമ്മുടെ കൂടെയുള്ളവരെയും എഫക്ട് ചെയ്യും. നമ്മുടെ കൂട്ടത്തിന് അത് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് നമ്മൾ എടുക്കേണ്ട തീരുമാനം കാര്യം വേറെ ആർക്കും അതൊന്നും കൈകടത്താൻ പറ്റില്ല എങ്കിലും പൊതുവായിട്ട് അതിന് ഒരു എഫക്റ്റ് ഉണ്ട്. അല്ലേ? ഇവിടെ ഇപ്പൊ കാണുന്നു യോന ആ കപ്പലിലുള്ളതുകൊണ്ടാ മറ്റൊരു കഷ്ടപ്പെടേണ്ടി വന്നത്. വേറെ അതില്ലായിരുന്നെങ്കിൽ അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകുകയായിരുന്നില്ല. അപ്പൊ നമ്മൾ ഒരാൾ മതി കുറെ പേരെ എഫക്ട് ചെയ്യാൻ. സോ അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്ന തീരുമാനം നമുക്ക് മാത്രം ഉള്ളതല്ല, നമ്മുടെ കർത്താവിനും കർത്താവിന്റെ നാമത്തിനും കർത്താവിന്റെ ജനത്തിനും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിന്റെ ആലോചന ശരിക്കും കേട്ടിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ദൈവവചന പ്രകാരം വേണം നമ്മുടെ തീരുമാനങ്ങൾ ആയിരിക്കും. എന്നെ എടുത്ത് സമുദ്രത്തിലിട്ട് കളവേ, സമുദ്രത്തിലേക്ക് എന്നെ ഇട്ടാൽ മതി എന്ന് പറയുന്നത് അല്ലേ? യോനക്ക് ഇത് അറിയാമെങ്കിൽ അങ്ങ് ചാടിയ പോരാണ്. ഇവരെ കൊണ്ട് ഇത് എടുപ്പിച്ച് ഇടണമെന്ന് എത്ര നിർബന്ധം അല്ലേ? യോനങ്ങ് ചാടിയ പോരെ, കപ്പലില്ലേ, കപ്പലിൽ നിന്ന് ചാടിയ പോരെ, നിങ്ങൾ ഇടണം. അതാണ് യോന പറയുന്നത്. അപ്പൊ ഇവര് ചെയ്ത് എന്താ നോക്കിയ 11-ാം വാക്യം. എന്നാൽ അവർ കരയ്ക്കടുക്കേണ്ടതിന് മുറുകെ തണ്ടുവലിച്ചു, എങ്കിലും സമുദ്രം കോപിച്ച് കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല. ഇവരെന്ത് ചെയ്തു? ഇവരെ കരയ്ക്ക് അടുക്കാൻ നോക്കുക, ഇവരെ കടലിലേക്ക് ഇടാൻ പേടി. ഒന്നാമത് ദൈവത്തിന്റെ പ്രവാചകൻ, അപ്പൊ പിടിച്ചിടാനായിട്ട് പേടി. അപ്പൊ ഇവര് എങ്ങനെയും തണ്ടു വലിച്ച് കരയ്ക്കങ്ങ് അടുത്തു കഴിഞ്ഞാൽ ഇവനെ ഇറക്കിയങ്ങ് വിടാലോ എന്ന് ഓർത്തിട്ട് അവര് കിടന്ന് കോളുള്ളപ്പോഴും വിഷമിക്കുക. അവര് വരഞ്ഞു പോയി അല്ലെ, കണ്ടുവലിച്ചു. എങ്കിലും സമുദ്രം കോപിച്ച് കോൾ പെരുകി വന്നുകൊണ്ട് അവർക്ക് സാധിച്ചില്ല. അത് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കാതെ പോയി. പലപ്പോഴും ഇത് നമുക്കും പറ്റുന്ന ഒരു അനുഭവമാണ്. ദൈവം തന്റെ ദാസനിലൂടെ പറഞ്ഞതാണ് എടുത്തിടാൻ. ആ ദൈവദാസൻ അനുസരിച്ചില്ല. ഇപ്പൊ ആരാ അനുസരിക്കാത്ത? കപ്പലിലുള്ളവരും ഇപ്പൊ അനുസരിക്കുന്നില്ല. ദൈവശബ്ദമല്ലേ കേട്ടത്, ഇവനിൽ കൂടെ കേട്ടത് ദൈവശബ്ദമല്ലേ, പക്ഷെ they are not willing to obey. അതുകൊണ്ട് തന്നെ അവര് പിന്നെയും പ്രശ്നത്തില് അകപ്പെടുകയാണ്. എന്നാൽ ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ദൈവം ഒരു ആൾക്കൊരു ഒരു ജഡ്ജ്മെന്റ് വരുത്താൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ അതിനെ തടസ്സം ചെയ്യുക. ദൈവം ജഡ്ജ് ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കുകയാണ് നമ്മള് ചെയ്യുന്നത്. അതിനെ തടസ്സപ്പെടുത്തേണ്ട ആവശ്യമില്ല. 1 രാജാക്കന്മാരുടെ പുസ്തകം 20:42 അവിടെ ആഹാബ് ബെൻഹദദിനെ വിട്ടയച്ചു കളഞ്ഞു. ദൈവം എപ്പോഴും ജഡ്ജ്മെന്റ് പാസ്സാക്കുന്നത് മറ്റ് വ്യക്തികളിൽ കൂടെയാണ്. വേറെ ആളുകളെ ഉപയോഗിച്ചിട്ടാണ് ദൈവം ജഡ്ജ്മെന്റ് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ കുറിച്ചും ദൈവം ചില ജഡ്ജ്മെന്റ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവനെ അതൊന്നും വേണ്ട എന്നോർത്ത് അവിടെ സിമ്പതി കാണിക്കേണ്ട ആവശ്യമില്ല. ആഹാബ് രാജാവിനോട് പറഞ്ഞു, ബെൻഹദദിനെയും അവന്റെ കൂട്ടത്തെ എല്ലാം ഞാൻ ഏൽപ്പിച്ചു തരും, നീ അവരെയൊക്കെ നശിപ്പിച്ചു കളയണമെന്ന് പറഞ്ഞു. പക്ഷെ ബെൻഹദദിനെ അവൻ വിട്ടയച്ചു. അപ്പോ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, 42. അവൻ അവനോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നാശത്തിനായിട്ട് ഞാൻ നിയമിച്ച ആളെ
നീ വിട്ടയച്ച കളകൊണ്ട് നിന്റെ ജീവൻ അവൻ്റെ ജീവനും നിന്റെ ജനം അവൻ്റെ ജനത്തിനും പകരമായിരിക്കും എന്ന് പറഞ്ഞു. ദൈവത്തിന് ഇഷ്ടമല്ല. ഞാൻ നാശത്തിനായിട്ട് ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ നിന്നോട് അയാളെ കൊല്ലാൻ പറഞ്ഞാൽ അയാളെ കൊല്ലുകയാണ് നീ വേണ്ടത്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ പലപ്പോഴും പറ്റാറുണ്ടല്ലേ. എസ്പെഷ്യലി വിശ്വാസികൾക്ക് പറ്റുന്ന വലിയൊരു കുഴപ്പം, പലപ്പോഴും എനിക്ക് പറ്റിയിട്ടുള്ള ഒരു കുഴപ്പം കൂടെയാണ്. കാരണം ദൈവം എന്നെ വളരെ വിഷമിച്ച് പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ വിഷമത്തിൽ കൂടെ കടത്തി പഠിപ്പിച്ച ഒരു പാഠമാണ്. നമുക്ക് ആരെങ്കിലും പണസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്ക് എപ്പോഴും എങ്ങനെയെങ്കിലും അവരെ അങ്ങ് സഹായിച്ച് അവരെ അങ്ങ് ശരിയാക്കി കൊണ്ടുവരണമെന്നൊക്കെ തോന്നും. പക്ഷെ ദൈവം അവരെ ചില പാഠം പഠിപ്പിക്കാനായിട്ടായിരിക്കും തന്നിൽ ആശ്രയം വെക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പോയിട്ട് ഈ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? അവര് പിന്നെ ദൈവത്തിലേക്ക് നോക്കാതെ അവര് മനുഷ്യനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിന് ആഗ്രഹം അവര് കർത്താവിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളത് പഠിപ്പിക്കാനായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ തടസ്സം ചെയ്യല്ലേ. ദൈവത്തിന്റെ ഹിതത്തെ ദൈവത്തിന്റെ പദ്ധതിയെ നമ്മളിപ്പോ തകിടം മറിക്കുകയല്ലേ. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പണം കൊടുക്കാവൂ. ആർക്കാണെങ്കിലും ശരി. വേറെ ഒരു ഭാഗം നമുക്ക് നോക്കാം. ആവർത്തനം 9:4. ദൈവം എപ്പോഴും മനുഷ്യനെ ഉപയോഗിച്ചിട്ടാണ് ജഡ്ജ്മെന്റ് നടത്തുന്നത് എന്നുള്ളതിന് തെളിവുകളാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നീക്കിക്കളഞ്ഞ ശേഷം എൻ്റെ നീതി നിമിത്തം ഈ ദേശം കൈവശമാക്കുവാൻ യഹോവ എന്നെ കൊണ്ടുവന്നു എന്ന് നിന്റെ ഹൃദയത്തിൽ പറയരുത്. ആ ജാതിയുടെ ദുഷ്ടത നിമിത്തമത്രേ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത്. അമോര്യരെ നീക്കിക്കളഞ്ഞ കാര്യമാണ് ഇപ്പൊ പറയുന്നത്. അമോര്യരെ നീക്കുവാൻ കാരണം അവരുടെ തന്നെ കുഴപ്പമാണ്. നിന്റെ നീതി നിന്റെ നന്മ കണ്ടിട്ടൊന്നും അല്ല. അപ്പൊ ഇസ്രായേൽ പറയാം അല്ലെ, ദൈവം ഞങ്ങൾക്ക് ഈ കനാൻ ദേശം തന്നു, ഞങ്ങളുടെ മിടുക്ക് കാരണം ദൈവം ഞങ്ങളുടെ നന്മ കണ്ടിട്ട് ദൈവം എനിക്ക് അത് തന്നു എന്ന് അവർക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? കർത്താവ് പറയാണ്, നിന്റെ നീതി നിമിത്തമാണ് നിനക്ക് ഈ ദേശം തന്നതെന്ന് നീ പറയല്ലേ. അമോര്യരുടെ ദുഷ്ടത നിമിത്തം അവർക്ക് കൊടുക്കുന്ന ജഡ്ജ്മെന്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പൊ കൊണ്ടുവന്ന് ഈ ദേശം അവരുടെ ദേശം നിങ്ങൾക്ക് പിടിച്ചു തന്നത്. അപ്പൊ അങ്ങനെയും ദൈവം ചെയ്യും. ഉൽപ്പത്തി 15:16 അബ്രഹാമിനോട് പറയുന്നു, ഈ 4 തലമുറ കഴിഞ്ഞിട്ടാണ് അവര് തിരിച്ചു വരുന്നത് മിസ്രൈമിൽ പോയിട്ട് എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്ന ഒരു വാക്യമുണ്ട് 16 അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. അപ്പൊ എപ്പോഴാണ് ദൈവം ഇങ്ങനെ ഒരു തുടച്ചു നീക്കൽ നടത്തുന്നതെന്ന് പറഞ്ഞാൽ അക്രമം തികയുമ്പോ, അങ്ങേറ്റെത്തുമ്പോ, ഇനി ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്ന് വരുമ്പോ മാത്രമേ ദൈവം ആ തുടച്ചു നീക്കുന്നത് പോലെ ആ ജാതിയെ മാറ്റി കൊടുത്തു എന്നാണ് നമ്മൾ കാണുന്നത്. ഇനി മിസ്രൈമിൽ ഇവരായിരിക്കുന്നു, അവരും ഇവരെ പീഡിപ്പിക്കും, അവരെയും ഞാൻ വിധിക്കും എന്ന് തന്നെയാണ്, ന്യായം വിധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഉൽപ്പത്തി 15:13-14 വാക്യങ്ങൾ അത് നമ്മൾ കാണുന്നു, വായിക്കണമെന്നില്ല. ഇനി സോദോം ഗൊമോറയുടെ കാര്യം വന്നാലോ, അത് മാത്രമാണ് എനിക്ക് അറിവുള്ളിടത്തോളം ദൈവം തന്നെ നേരിട്ടുള്ള ഒരു ന്യായവിധി നടത്തുന്നത് നമ്മൾ കാണുന്നത്. അതായത് ആകാശത്ത് നിന്ന് തീ ഇറക്കി അങ്ങോട്ട് നശിപ്പിച്ചു കളയുകയാണ്. അത്ര അധികം വഷളായിരുന്നു അവര്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മനുഷ്യരെ കൊണ്ട് തന്നെയായി ഈ ജഡ്ജ്മെന്റ് നടത്തിയിരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം തന്നെ ആകാശത്ത് നിന്ന് തീ ഇറക്കി അവരെ നശിപ്പിക്കുന്നതായിട്ടാണ്. യോനയിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. സ്വന്തം ജീവിതത്തിന്റെ മേലെ ഒരു മോശമായിട്ടുള്ള ഒരു ന്യായവിധി പറയുവാൻ പറ്റിയ ഒരു പ്രവാചകൻ എന്നുള്ളത് തന്നെ എനിക്ക് അല്ലെ, യോനയ്ക്ക് മാത്രമേ ആ ഒരു ക്രെഡിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അവർ യോനയെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളയുകയും സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തു. അവർ യോനയെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളഞ്ഞു, സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും പോയി. 17-ാം വാക്യം. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു.
അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. യോനെ വിഴുങ്ങാനായിട്ട് ഒരു മത്സ്യത്തോട് ദൈവം പറഞ്ഞു. എനിക്കത് വായിക്കപ്പൊക്കെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്. യോനയോട് കൽപ്പിച്ചതൊന്നും യോന ചെയ്തില്ല, പക്ഷെ ഈ മത്സ്യത്തോട് കൽപ്പിച്ചപ്പം മത്സ്യം കൃത്യമായിട്ട് അവിടെ ചെന്ന് നിന്നു. ഈ കപ്പലിന്റെ കീഴെ യോന വരുന്നതും കാത്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൽപ്പിച്ച് അവിടെ നിർത്തിയതാണ് ദൈവം. വേറെയും ഒരു മൃഗത്തെ ഇവിടെ അങ്ങനെ കൽപ്പിച്ചുണ്ടാക്കി എന്ന് പറയുന്നുണ്ട് അല്ലേ? അല്ല, ഈ യോനയുടെ പുസ്തകത്തിൽ തന്നെ പുഴുവിനെ കൽപ്പിച്ചാക്കി. ഈ പുഴുവിനെ കൽപ്പിച്ചാക്കിയത് എന്തിനാ? ഒരു ആവണക്ക് വളർന്നു വന്നു അല്ലെ? എപ്പോ വളർന്നു? എത്ര ദിവസം കൊണ്ട് വളർന്നു? ഒറ്റ രാത്രി കൊണ്ട് വളർന്നു വന്നതാണ് ആവണക്ക്. യോന ഈ ഇതെല്ലാം കഴിഞ്ഞിട്ട്, പ്രവചനം എല്ലാം കഴിഞ്ഞ് തിരിച്ച് അവിടെ പോയി ഇരിക്കുകയാണ്. ഒരു കുടിലൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുക. പക്ഷെ അവന് ഭയങ്കര സങ്കടം വരിക. കാരണം എന്താ? 40 ദിവസം പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ ഇത് 3 ദിവസം കഴിഞ്ഞു. പിന്നെ പോയി പ്രവചനം പറഞ്ഞ് 3 ദിവസത്തെ വഴിയുണ്ട്. അപ്പൊ ഒരു 6 ദിവസം കൊണ്ട് പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ വന്ന് നോക്കിയിരിക്കുകയാണ്, ഇത് എപ്പോഴാണ് ഒന്ന് നശിച്ചു ഒന്ന് കാണാനായി ആഗ്രഹിച്ചും കൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇങ്ങനെ സങ്കടം വരികയാണ്. നശിക്കാത്തത് 40 ദിവസം കഴിഞ്ഞു, 41 ദിവസം കഴിഞ്ഞു, അപ്പൊ ഇവര് ഭയങ്കര സങ്കടം. അപ്പൊ സങ്കടം മാറ്റാൻ വേണ്ടി ദൈവം തീരുന്നത് ഒറ്റ രാത്രി കൊണ്ട് അവളൊക്കെ ഇവിടെ പോകുന്നത്. അപ്പൊ ഇവര് സന്തോഷമായി. കാരണം ഒരു തണലൊക്കെ വന്നല്ലോ. മറ്റേ ഈ ചൂടും കൊണ്ട് എന്ന് ആലോചിച്ചൊക്കെ, ചൂടും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു, നോക്കിയിരിക്കാന്ന് പറയുന്നത് ഇത്തിരി കഷ്ടമല്ലേ? പക്ഷെ ഈ ആവണൊക്കെ അങ്ങ് വളർന്നു വന്നപ്പോഴത്തേക്കും ഒരു സന്തോഷമായി. കൊള്ളാം. പിറ്റേ ദിവസം ഇതിനെ കുത്തിക്കളയാൻ ഒരു പുഴുവും അതും കൽപ്പിച്ചുണ്ടാക്കിയെന്നാ കഥ പറയുന്നത്. എനിക്ക് ആ ഭാഗം ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ ജാക്ക് ആൻഡ് ദ ബീൻ സ്റ്റോക്ക് പോലെ ഒരു കഥയാണ് എന്ന് നമുക്കങ്ങ് തോന്നിപ്പോവും അല്ലേ? 4:6 യോനയെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവൻ്റെ തലയ്ക്ക് തണൽ ആയിരിക്കേണ്ടതിന് യഹോവ ദൈവം ഒരു ആവണ കൽപ്പിച്ചുണ്ടാക്കിയതാ. ആദ്യത്തെ സൃഷ്ടിപ്പില്ലേ, അതുപോലെ ഒരു സൃഷ്ടിപ്പൊക്കെ നടത്തിയതാ കർത്താവ്. കൽപ്പിച്ച് ഉണ്ടാക്കി. എന്താ കാര്യം? എന്തിനു വേണ്ടി? യോനയുടെ സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവത്തിന്റെ മക്കള് സങ്കടപ്പെടുന്നതും കർത്താവിന് താങ്ങാൻ പറ്റില്ല അല്ലെ? അതൊന്ന് മാറ്റാനായിട്ട് ഇങ്ങനത്തെ ഒരു പ്രവാചകൻ അവിടെ കിടക്കട്ടെ, അവന് പറഞ്ഞിട്ട് കേൾക്കാതൊക്കെ ഇങ്ങനെ വന്നല്ലേ എന്ന് ഓർത്തിട്ടൊന്നും ഇരുന്നില്ല. കർത്താവ് അവന്റെ മകനാ അല്ലേ? അവന്റെ സങ്കടം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. എന്ന് മാത്രമല്ല, ഒരു പാഠം പഠിപ്പിക്കാനും കൂടെ അല്ലെ? നമുക്ക് പിന്നെ കാണുന്നത് അത് പാഠം പഠിപ്പിക്കാനുള്ളതും കൂടെ ആയിരുന്നു. ഇത് പുഴു തിന്നു പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അപ്പൊ അന്ന് മുഴുവൻ തണലിരുന്നാണ്. പിറ്റേ ദിവസം തണലുണ്ടായിരിക്കും, അവിടെ തീയും വരും എന്നോർത്ത് ഇരിക്കുക. ഞാൻ തണലിലും അവിടെ തീയും, ഇത് രണ്ടുമാണ് ഇവൻ വിഭാവനം ചെയ്തിരുന്നത്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോ ഈ ഭാഗം കരിഞ്ഞു പോയിരിക്കുന്നു, വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒരു അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. കാറ്റും കൽപ്പിച്ചു. അപ്പൊ അതും കേട്ടു, കാറ്റും കേട്ടു വന്നു. കൽപ്പിച്ചപ്പോ തന്നെ അതും വന്നു. ഇനി തലയിൽ, യോനയുടെ തലയിൽ വെയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് വിചാരിച്ചു. ഇത്രയും ചൂടും ഒക്കെ മരിച്ചാൽ മതി ഇനി എന്നങ്ങ് ഇവനങ്ങ് വിചാരിക്കുകയാണ്. നേരത്തെ ഒരു പ്രവാചകൻ ഇതുപോലെ മരിച്ചാൽ മതി എന്ന് വിചാരിച്ച ഒരാളുണ്ട്. എവിടെ ചെന്നു? മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ ചുവട്ടിൽ ഇരുന്നിട്ട് ഇതുപോലെ അല്ലെ? ഇവിടെ ഒരു ആവണക്കിന്റെ ചുവട്ടിൽ ഇരുന്നിട്ടാ ഈ സങ്കടം. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നായി എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം യോനയോട് പറഞ്ഞു, നീ ആവണക്ക് നിർത്തി ഇങ്ങനെ കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചാൽ അവൻ, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ. കോപിച്ചങ്ങ് മരിക്കുകയാണ് എനിക്ക് നല്ലത് എന്ന് പറയുകയാണ്. അതിനെ അവർ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രി നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുമല്ലോ. എന്നാൽ വലങ്കയും ഇടകയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാന മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള ഭയങ്കരമായ
യോനയോട് എനിക്ക് അങ്ങനെ തോന്നരുതോ എന്ന് ചോദിച്ചു. ഈവൻ തിങ്കിങ് അബൌട്ട് ദ ആനിമൽസ് ദൈവം. കാരണം എന്താ, ആനിമൽസും ഇപ്പൊ ഫാസ്റ്റ് എടുത്തു, ആനിമൽസും രട്ടെടുത്തു. അവര് യോനയുടെ പ്രസംഗം കേട്ടപ്പോ തന്നെ മനുഷ്യന് മാത്രമല്ല രട്ടെടുത്തത്, രാജാവ് രട്ടെടുത്തു, രാജാവ് വെണ്ണേറിലിരുന്നു, സകല മനുഷ്യരും രട്ടെടുത്തു. അത് മാത്രമല്ല മൃഗങ്ങളെ പോലും രട്ട് അവര് ഉടുപ്പിച്ചു. അപ്പൊ ഇത് അവർ ചെയ്തത് കൊണ്ട് അവരുടെ മൃഗങ്ങൾക്കും ഇപ്പൊ ഒരു വിടുതൽ ദൈവം പറയാണ്. അവർക്ക് പ്രശ്നമില്ലാതെ അവര് ഓടി എന്ന് നമ്മൾ കാണുന്നത്. ഈ യോനയ്ക്ക് എന്താണ് ഇപ്പൊ പ്രശ്നം ഉണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് അവന് ഇങ്ങനെ ഓടിപ്പോകാൻ കാരണം? ദൈവം അവൻ പറയുന്നത് ഒന്നാം അധ്യായത്തില് ദൈവം ഇങ്ങനെ ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അല്ല, 3-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോട് കൂടെ തർശീശിലേക്ക് പോയി കടവാൻ അതിൽ കയറി. യഹോവയുടെ സന്നിധിയിൽ നിന്നാണ് അവൻ പോകാൻ പോയത്. യോന പോകാൻ നോക്കിയത് എന്താ കാര്യം? യോന 4:2 വാക്യം, അതിലാണ് അതിന്റെ ഉത്തരം കാണുന്നത്. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇതുതന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു. അനർത്ഥത്തെക്കുറിച്ച് ഞാൻ ചെന്ന് പറയും, നശിച്ചു പോകും. നീ എന്ത് ചെയ്യും? അവരാരെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അപ്പം നീ അവരോട് ക്ഷമിച്ചിട്ട് ഈ അനർത്ഥത്തെ കുറിച്ച് നീ അനുദപിക്കും. അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പോക്കൊക്കെ നടത്തി. എന്താ ഇപ്പൊ പ്രവാചകന്റെ ആഗ്രഹം? പറഞ്ഞ പോലെ നടക്കണം. പിന്നെ നിനവേ യഹൂദിയയിലോ ഇസ്രയേലിലോ ഉള്ള ഒരു ദേശമല്ല, അന്യജാതിക്കാരുടെ ദേശമാണ്. നിനവേ ആരാണ് ഉണ്ടാക്കിയതെന്നറിയോ? നിമ്രോദ് ഉണ്ടാക്കിയതാണ്. സകല അന്യ ആരാധനയുടെയും തുടക്കക്കാരനായ നിമ്രോദ് സ്ഥാപിച്ച ഒരു പട്ടണമാണ് നിനവേ. ഇത് വലിയ 68 മൈൽ നീളമുള്ള ഒരു പട്ടണമെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ബാബിലോണിനെ പോലെയുള്ള ഒരു പട്ടണമാണ്, അത്രയും വലിയൊരു പട്ടണമാണ്. അങ്ങനത്തെ ഒരു പട്ടണത്തിൽ അന്യാരാധന ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അവരെ നിലവിളി എന്റെ സന്നിധിയിൽ എത്തി എന്നാ പറയുന്നത്. അപ്പൊ അവിടെ വളരെയധികം പീഡ ഉണ്ടായിരുന്നു, അല്ലെ? ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പീഡിപ്പിച്ചിരുന്നു, ക്രൂരന്മാരായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവിടെ ഇപ്പൊ ന്യായവിധി അയക്കാനായിട്ട് പോയത്. അപ്പൊ ഇത് അവർക്ക് ഉടനെ തന്നെ അവര് റിപ്പന്റ് ചെയ്ത് കാരണം ദൈവം ന്യായവിധി അവരുടെ മേലിൽ നിന്ന് മാറ്റിക്കളയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അത് നീ ചെയ്യുമെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ. അപ്പൊ ഇവരോട് പോയി പറഞ്ഞില്ലെങ്കിൽ എന്ത് ഉണ്ടാവും? അവരാ പാപത്തിൽ തന്നെ കിടക്കും. അപ്പൊ ദൈവം ഈ ന്യായവിധി നടത്തും. അപ്പൊ അവർക്കൊരു ദോഷം, അല്ലെ? ഇവര് ആരാണ്? ശത്രുക്കളാണ്, അല്ലെ? ശത്രു പാപത്തിൽ തന്നെ ഇരിക്കണമെന്നും അവന്റെ മേൽ ദൈവത്തിന്റെ കോപം വരണമെന്നും ആഗ്രഹിക്കുന്ന ഒരു പ്രവാചകൻ. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല. നമ്മളെ എന്തെങ്കിലും ഉപദ്രവിക്കുന്ന ഒരു വ്യക്തി രക്ഷപ്പെടണം എന്നല്ല നമ്മുടെ ആഗ്രഹം. അവരോട് സുവിശേഷം എങ്ങനെയല്ലേ എത്രയെന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയൊന്നുമല്ല നമ്മൾ ചെയ്യാറ്. നമ്മളെന്താ ചെയ്യാറ്? എന്നെ ഇങ്ങനെ ചെയ്തെങ്കിൽ ദൈവം അയാളോട് ചോദിക്കും. ഇതാണ് അല്ലെ? ഇന്നും ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ചിന്ത? യോനയിൽ നിന്ന് വിഭിന്നരാണോ നമ്മള്? പലപ്പോഴും അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയിട്ടില്ലേ? ഇപ്പൊ ചിലർ ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷെ മുമ്പെങ്കിലും നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയിട്ടില്ലേ? ഇതാണ് കർത്താവ് കാണിച്ചു കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഈ യോനയുടെ പുസ്തകം ഇങ്ങനെ കിട്ടിയേക്കുന്നത് എന്തിനാണെന്നറിയോ? നമുക്കും ഈ തെറ്റ് വരാനുണ്ട്. ഒരു ശത്രുവാണെങ്കിലും അവന് ഒരു അനുഗ്രഹം വരുന്നത് കാണാനാണ് നമ്മൾ വെമ്പൽ കൊള്ളേണ്ടത്. അവന് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ആഗ്രഹം. അപ്പോ നമ്മളെ ഉപദ്രവിക്കുന്ന വ്യക്തികളെ അനുഗ്രഹിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞേക്കുന്നതിന്റെ കാരണം, നമ്മൾ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യും? അവൻ ശരിക്കുള്ള അനുഗ്രഹം എന്താണ്? സത്യദൈവത്തെ അറിയുന്നതാണ്, ആരാധിക്കുന്നതാണ് ശരിക്കുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്, അല്ലെ?
നമുക്കൊക്കെ പണ്ട് ഏതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ അതിൽ വ്യാകുലപ്പെട്ട് ആദ്യം എടുത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ കൂടെ കടന്നുപോയി. ഇപ്പൊ ആണെങ്കിൽ അതേ പ്രശ്നം, പക്ഷെ നമുക്ക് അതൊരു പ്രശ്നമല്ല. കാരണം നമ്മളെ അത് ബാധിക്കുന്നില്ല ഇപ്പൊ, അല്ലെ? നമ്മുടെ ഔട്ട്ലുക്ക് വ്യത്യാസം വന്നു, നമ്മുടെ ചിന്താഗതിയിൽ വ്യത്യാസം വന്നു, നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയം വന്നതുകൊണ്ട് നമ്മൾക്ക് കുലുങ്ങാതെ നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇത് വന്നാലും ഇതിന്റെ അപ്പുറം നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. എല്ലാ മലയും കുന്നും താഴ്ന്നു വരും. എല്ലാ മലയും താഴ്ന്നു വരും. ഹല്ലേലൂയ. എല്ലാ പർവ്വതവും താഴ്ന്നു പോവും. ഹല്ലേലൂയ. നമുക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും മാറിപ്പോകും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്കിപ്പോ ആകുല ചിന്തയില്ല. ഹല്ലേലൂയ. എന്ത് തന്നെ കണ്ടാലും നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതികൂലമാണെങ്കിലും ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിയാലും അതിനെ മറികടത്തി തരുന്ന ഒരു ദൈവമുണ്ടെന്ന് നമുക്കറിയാം. ഈ ദൈവത്തെ അവനും വേണ്ടേ? അതുകൊണ്ടാണ് നമ്മള് അനുഗ്രഹം പറയേണ്ടത്. അനുഗ്രഹിക്കുമ്പോ സമ്പടി നമുക്ക് ചിലപ്പോൾ അവരുമായിട്ട് എത്താൻ പറ്റില്ലായിരിക്കും, പക്ഷെ ആർക്കെങ്കിലും അവരോട് ദൈവവചനം പ്രസ്താവിക്കാനായിട്ട് സാധിക്കും. അവര് ദൈവഭാഗത്തേക്ക് തിരിയുവാൻ ഇടവരും. അതാണ് അവരുടെ ജീവിതത്തിലെ അനുഗ്രഹം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അനുഗ്രഹിപ്പിൻ. അവര് ശപിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹം പറയണം. ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അത് നമ്മൾ ഇന്ന് തന്നെ കറക്റ്റ് ചെയ്യുക. നമുക്കെതിരായിട്ട് നിൽക്കുന്ന എല്ലാവരോടും നമുക്ക് അനുഗ്രഹം പറയാം. ദൈവം അവരെ ഓരോരുത്തരെയും തൊടും എന്നുള്ളതിന് സംശയമില്ല.